A capsule of medicine is in the shape of a sphere of diameter 3.5 millimeter. How much medicine is need to fill this capsule? അപ്പോൾ ഇവിടെ ഒരു ക്യാപ്സൂളിന്റെ ഷേപ്പ് സ്പിയറിന്റെ ഷേപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഷേപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡയമീറ്റർ 3.5 മില്ലിമീറ്റർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്സൂളിൽ ഫില്ല് ചെയ്യാൻ എന്തോരം മെഡിസിൻ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ മില്ലിമീറ്റർ ക്യൂബിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയം ആണ് എന്ന് നമുക്കറിയാം. നമുക്ക് യൂണിറ്റ് ക്യൂബിൽ തരുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് ക്യൂബിൽ തരിക? വോളിയത്തിന്റെ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മില്ലിമീറ്റർ ക്യൂബിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് ഈ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ക്യാപ്സൂളിന്റെ വോളിയം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് എന്തോരം മെഡിസിൻ ഫില്ല് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡയമീറ്റർ ആണ് 3.5 മില്ലിമീറ്റർ. ഇപ്പൊ സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് ആണ് വേണ്ടത്. സോ r is equal to 3.5/2 millimeter. ഇനി നമുക്കിവിടെ വോളിയം ഓഫ് ക്യാപ്സൂൾ കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ക്യാപ്സൂൾ is equal to 4/3 πr³ is equal to 4/3 into pi is 22/7 into r³. r is 3.5/2. ക്യൂബ് ആയതുകൊണ്ട് ഇതിനെ 3 ടൈംസ് എഴുതുക. 3.5/2 into 3.5/2. ഇനി നമുക്ക് ഈ രണ്ട് 2ഉം ഈ 4ഉം കൂടെ കട്ട് ചെയ്യാം. ഈ 2ഉം 22ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 11 ആവും. ഇവിടെ 7ഉം 3.5ഉം കൂടെ കട്ട് ചെയ്താൽ 0.5 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റിയതൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 11 into 5 55. 55 into 35. അപ്പൊ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 5s are 25. 5 5s are 25 plus 2 27. 5 3s are 15. 15 plus 1 16. 5 12 6 8 9 1. വീണ്ടും 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 5s are 25. 5 2s are 10 plus 2 12. 9 5s are 45 plus 1 46. 5 plus 4 9 15. 3 2s are 6 plus 1 7. 9 3s are 27. 5 5 7 13 17 6. അപ്പോൾ നമുക്ക് 6 7 3 7 5 എന്ന് കിട്ടി. 6 7 3 7 5. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 1 2 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ 3. 6 7 3 7 5 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. 3 2s are 6 7. 3 2s are 6. 1 പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 3 നമ്മൾ താഴേക്ക് എഴുതുന്നു. 6 2s are 4 3s are 12. 17. 5 3s are 15. 25. 8 3s are 24. 1 ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 ഡിജിറ്റ് മതി. അപ്പൊ 22 പോയിന്റ് ഇവിടെ 5 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് 8 ആണ്. മോർ ദാൻ 5 ആണ്. അപ്പൊ ഈ 5ന്റെ കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് 6 എന്ന് എഴുതാം. അപ്പൊ 22.46 millimeter cube. Hence 22.46 millimeter cube medicine is needed to fill this capsule. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.